ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ഫാമിലി പോലെ തന്നെ പോയി. അപ്പോൾ ഞാൻ സെക്കൻഡ് ഹാഫ് ഒന്നും പറയില്ല, ആ മൂവി അടിപൊളിയായിട്ട്. ഹലോ, നമ്മുടെ ചാനലിൽ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സിനിമ കാണാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ സിനിമ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ദൃശ്യം 3 ആണ്. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോണത്. അപ്പോൾ തമ്പനിയിൽ കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് എന്തായാലും സിനിമ കാണാൻ പോകുന്നതിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇത് ഈ കോലം ഒന്നും കണ്ടറിഞ്ഞിട്ടുണ്ട, നമ്മൾ കുളിച്ച് ഫ്രഷപ്പായി സെറ്റപ്പായിട്ടേ പോവുള്ളൂ. അപ്പോൾ ഷോ വരുന്നത് 12 മണിക്കത്തെ ഷോ ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. 8 മണിക്കത്തെ ഷോ ഉണ്ട്. 8 മണിക്കൊന്നും പോയി റെഡി സെറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ 12 മണിക്കത്തെ ഷോ ആണ് ബുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇനി നമുക്ക് അങ്ങോട്ടുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡിയായി ഡ്രസ്സപ്പായിട്ട് നമുക്ക് പോകുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഏറ്റവും ലാസ്റ്റിൽ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കൂടെ കുടിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പം നമ്മൾ കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബേസിക് സ്കിൻ കെയറും ചെയ്ത് ഈ ഡ്രസ്സും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് മൂവിക്ക് ഇറങ്ങാം. ഓക്കെ, വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മൾ ബേസിക് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാൻ പോകണം. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ നമുക്ക് ബേസിക് സ്കിൻ കെയറും കാര്യങ്ങളും ചെയ്യാം. ബേസറാണ് ഇനി ഞാൻ സിനിമ സാറ് മോർണിംഗ് യൂസ് ചെയ്യുന്ന പിമ്പിൾസും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് എനിക്ക് അത്യാവശ്യം പ്രയോജനം ഉണ്ടായിരുന്ന സാധനമാണ്. കുഴപ്പമില്ല. ഇത് അബ്സോർബ് ആവുന്നൊരു 2 സെക്കൻഡ് കൊടുക്കും. സാറല്ല പെട്ടെന്ന് അബ്സോർബ് ആവും. ഇതിന് ശേഷം ഞാൻ തേക്കാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. ഇത് റീഗോളിൻ്റെ ഓൾ കൺട്രോളിംഗ് മോയ്സ്ചറൈസറാണ്. എനിക്ക് അത്യാവശ്യം വർത്തായി തോന്നിയിട്ടുണ്ട്. കുഴപ്പമില്ല. ഇതെല്ലാം നമ്മൾ സ്കിൻ ശ്രദ്ധിക്കാൻ പോയിരിക്കും. ഇപ്പോൾ എന്തായാലും നല്ലൊരു സെക്ഷൻ വെയിൽ കഴിഞ്ഞിട്ട് മഴയും കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ വെയിലായിട്ടുണ്ട്. ഈ പോകുന്ന എന്താവും എന്നുള്ളതൊന്നും നിങ്ങൾക്ക് അറിയില്ല. നോക്കാം. ജസ്റ്റ് ഞാൻ നെക്സ്റ്റ് തേക്കാൻ പോകുന്നത് ഹ്യൂഗിഡ്സിൻ്റെ ടിൻഡർ സൺസ്ക്രീൻ ആണ്. ഇത് അത്യാവശ്യം വൈറ്റ് കളർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഫൈനൽ വീഡിയോ കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡി ആയിട്ട് സിനിമയ്ക്ക് പോകാൻ ഇറങ്ങുക. ലച്ചു, സിനിമ ഏതാ? ദൃശ്യം 3. ഓക്കെ, അപ്പോൾ കണ്ടിട്ട് വരാം. ഇതിപ്പോൾ ഞാൻ ടോട്ടലി റെഡി ആയിട്ട് വെളിയിൽ ബാക്കിയുള്ളവരെ നോക്കിയിരിക്കുന്നതാണ്. പിന്നെയുള്ള വിഷ്വൽസ് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഇത് തിയേറ്ററിൽ ചെന്നിട്ടുള്ള അത്യാവശ്യം ആൾക്കാരാവുന്നതിന് മുമ്പ്. പിന്നെ അവിടെ ചെന്ന് ഞാൻ കുറേ നേരം മൂവി തുടങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ഇങ്ങനെ കുറേ നേരം നിന്നു. അത് കഴിഞ്ഞിട്ട് ആൾക്കാർ ഓൾമോസ്റ്റ് ഫുള്ളായി. പിന്നെ ഇടയ്ക്ക് ഇൻ്റർവെല്ലിൻ്റെ ടൈം ആയപ്പോൾ നമ്മളൊരു കോഫി വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ കസിൻസാണ്. പിന്നെ അമ്മയുടെ സിസ്റ്ററുമാണ്. പിന്നെ മൂവിയൊക്കെ കണ്ടിട്ട് നമ്മൾ വെളിയിലിറങ്ങി. എന്തായാലും സംഭവം നല്ല അടിപൊളി മൂവിയാണ്. കാണാൻ പറ്റുന്നവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാമെന്ന് മാത്രമേ എനിക്ക് പറയാം. അപ്പോൾ ഞാൻ മൂവി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. എനിക്കെന്തായാലും ഇങ്ങനെ റിവ്യൂസോ കാര്യങ്ങളോ ഇട്ടിട്ട് വലിയ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് ജസ്റ്റ് മനസ്സിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഹാഫ് ഒരു നോർമൽ ഫാമിലി പോലെ തന്നെ പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു, അയ്യോ ദൃശ്യം 1ൻ്റെയും 2ൻ്റെയും അത്ര ഇല്ലേ, ഞാൻ എൻ്റെ പൈസ വേസ്റ്റായി, ഇങ്ങനത്തെ കുറേ തോട്ട്സ് ആ ടൈമിൽ എൻ്റെ മനസ്സിൽ കൂടെ പോയി. അപ്പോൾ എന്നിട്ട് ആ തോന്നൽ ഫുള്ള് കംപ്ലീറ്റ് എനിക്ക് മാറ്റി തന്നെ എന്താ ചോദിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറയാൻ എനിക്കറിയില്ല. പക്ഷേ മൂവി കണ്ടിട്ട് കൊടുത്ത പൈസ എനിക്ക് വർത്തായിട്ട് തോന്നി. അതുകൊണ്ട് മാത്രം ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്കെന്താ പറയണമെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ഫീൽ ഗുഡ് മൂവി, ഒരു കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന പോലത്തെ പ്രവൃത്തിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. എന്തായാലും സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതും എന്തായാലും 100 കോടി ക്ലബിൽ കയറും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് കണ്ടപ്പോൾ എനിക്കൊരു സംഭവം മനസ്സിലായി. ദൃശ്യം 4 കാണും. ഞങ്ങൾ 5 പേരും ഒരുപോലെ ക്ലൈമാക്സ് ആയപ്പോൾ ഞങ്ങൾ പറഞ്ഞു, ഉറപ്പാണ് ഇതിൻ്റെ ഒരു ദൃശ്യം 4ഉം ഒരു 1.5 ഇയറിനുള്ളിൽ പ്രതീക്ഷിക്കാം. അതൊരു 90% എനിക്ക് തോന്നുന്നുണ്ട്. ഇനി എന്താണെന്നുള്ളത് ജിത്തു ജോസഫ് തീരുമാനിക്കട്ടെ. എന്തായാലും നല്ല അടിപൊളി മൂവിയായിരുന്നു. ഇതുവരെ ആരെങ്കിലും പോയി കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് പോയി കണ്ടു നോക്കൂ. ഒരിക്കലും പൈസ വേസ്റ്റ് ആവുമെന്ന് തോന്നുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എന്നെപ്പോലെ എത്ര പേർക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല. ഞാനങ്ങനെ മൂവി പേഴ്സൺ ഒന്നുമല്ല. ഞാൻ വളരെ റെയറായിട്ട് 3-4 മൂവീസേ കാണാൻ പോയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. വലിയ ജ്ഞാനമൊന്നും എനിക്ക് സിനിമയെ പറ്റിയില്ല. അപ്പം എനിക്കിഷ്ടപ്പെട്ടു.
അത്രേ ഉള്ളൂ. അല്ലാണ്ട് എനിക്കതിനെപ്പറ്റി വലിയ കാര്യമായിട്ട് പറഞ്ഞു തരാമൊന്നും എനിക്കറിയില്ല. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഇച്ചിരി ത്രില്ലർ, നമ്മളിങ്ങനെ എന്ന് പറയണ്ടേ, നമ്മളിങ്ങനെ അങ്ങനോ ഇങ്ങനെ നമ്മളിങ്ങനെ ഡൈവേർട്ട് ചെയ്തുകൊണ്ട് പോകുന്നൊരു സീനായിട്ട് എനിക്ക് തോന്നി. ആ സെക്കൻഡ് ഹാഫ് മുതൽ ഭയങ്കര ഡൈവേർഷൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലോ, എനിക്കറിയാൻ പാടില്ല, അങ്ങനെ ഒരു വലിയ സംഭവമാണ്. എന്താ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല രീതിയിലും പല ഡൈവേർഷൻസ് കൂടെ ആ മൂവി പോയിട്ടുണ്ട്. എന്തായാലും കൊടുത്ത പൈസ എനിക്ക് മുതലായിട്ടുണ്ട്. അടിപൊളി സിനിമ. കാണാത്തവർ വേഗം പോയി കണ്ടു. എനിക്ക് എൻ്റെ അമ്മയ്ക്ക്, അനിയന്, അനിയത്തിക്ക്, കുഞ്ഞമ്മയ്ക്ക്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അടിപൊളി സിനിമ, പോയി കണ്ടു. ഓക്കെ ബൈ. എനിക്ക് വലിയ റിവ്യൂസോ കാര്യങ്ങളും ഇടാൻ അറിയത്തില്ല. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്തോ. സിനിമ കണ്ടിട്ടുള്ളവർ അതിൻ്റെ റിവ്യൂസ് കിട്ടും. ഓക്കെ ബൈ.